നീ ബാക്ക് സ്പേസ് അടി, ബാക്ക് അടിച്ചാ മതി. അതാക്കിട്ട് ബാക്ക്. എടാ അങ്ങനെയല്ല മുകളിൽ. ഹലോ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുന്നു. എന്തൊക്കെ ചെയ്യാൻ അറിയാം? ഒന്നും ചെയ്യാൻ അറിയില്ല. വണ്ടിന്ന് ഇറങ്ങണേ. ഇതാരാ നിന്റെ വണ്ടി? കൊണ്ട് ചോദിക്കാൻ ഒറ്റ കേസുള്ളൂ. പെണ്ണുണ്ടോ? പോയി ഒന്നിട്ടെ പോയി വിളച്ചെടുക്കല്ലേ. എന്താ പണിയൊക്കെ ചാറ്റി കുറച്ച് വായിക്കും, കുറച്ച് എന്താവും കേട്ടോ. ഞാൻ അവനൊക്കെ ഇടിച്ചിട്ടപ്പോ പുഴുക്കുവേ. അളിയ കുറച്ച് നാളായി ചക്കര ഉരുട്ടാൻ തുടങ്ങിട്ട്. പെട്രോൾ അടിച്ചില്ലടാ ഇതിന്? പെട്രോൾ ഉണ്ടല്ലോ. ഇതാടാ പാന്റില് ഇറക്കമില്ലേ? ബാക്കി തയ്ക്കാൻ പൈസ ഇല്ലായിരുന്നടാ. കേട്ടില്ല. പാന്റിന് എന്താ ഇറക്കമില്ലാത്ത? ഷഡ്ഡി കാണാലോ. അതങ്ങനെയാണ് ഇട്ടേക്കുന്നത്. എവിടെ സ്റ്റൈലൊന്നും പറ്റില്ല. നമ്മുടെ ഫാമിലിയിൽ റെപ്യൂട്ടേഷൻസ് ഉണ്ട്. നിക്കറ സാമാനം കാണിച്ചോണ്ട് നടക്കാൻ പറ്റൂല. പിന്നെ എല്ലാരും കലാകാരന്മാരാവണോ? മനസ്സിലായില്ലേ? എല്ലാരും സ്നൈപ്പൊക്കെ എന്തൊരു പാട്ടെന്നറിയോ പാടുന്ന? നിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്? കഴിവുകളൊന്നും ഇല്ല, കുറച്ച് വെട്ടിയൊക്കെ അറിയാം. ഇവനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് ഒരു കഴിവുമില്ല. ആരും കാണാത്ത ഒരു കഴിവ് ഞാൻ നിന്നെ കാണുന്നുണ്ട്. എന്തിനാ? നിന്റെ സൗണ്ട് കേട്ടാറ് നീ പാടുന്നു. കഴിയില്ല. സൗണ്ട് കേട്ടാറ് നീ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ളതാണെന്ന്. സിൻസിയോ, പിന്നെ ഇതിനു മുമ്പ് ചീഫ് സോൺ ആയിരുന്നല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ വന്നിട്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ വന്നിട്ട് ഇന്നലെ കേറണം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഇവിടെ ഉള്ള കുറച്ച് അറിയോ? അറിയാം. പേരെന്താ? എന്റെ അസൻസിയോ. നമ്മുടെ പേര് ഇത് പോയല്ലേ? അറിയാം, പണ്ട് അടിയായിട്ടുണ്ട്. അപ്പുറത്ത് നിന്നെ ഇനി അടിക്കും. അപ്പറേ ഇത് പോവല്ലേ? റെഡി പരിചയപ്പെട്ടിട്ടില്ല. അടിയായിട്ടില്ല. കണ്ടിട്ടില്ല. അവസ്ഥ എടുത്തത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോ. ഇവിടത്തെ ഹൈറാർക്കി എങ്ങനെയാന്നറിയോ? ഇല്ല, അറിയത്തില്ല. എങ്ങനെയാ? ആരൊക്കെ അണ്ണ, ആരൊക്കെ അണ്ണ, ആരൊക്കെ ചേട്ടാ, എങ്ങനെയാ വിളിക്കാൻ ഉദ്ദേശം? എങ്ങനെയാ? അങ്ങനെയൊക്കെ ഉണ്ടാ? എന്നിട്ട് പറഞ്ഞില്ല. ചുമ്മാ വന്ന് ഞാൻ വിളിച്ചു പറയുവേ. പറഞ്ഞില്ലല്ലോ. സംസാരങ്ങൾ വ്യക്തമായിരിക്കണം ആശാനെ. പറ ഹൈറാർക്കി ആരൊക്കെ അണ്ണ, ആരൊക്കെ ചേട്ടൻ? പറഞ്ഞില്ല. ആരും നിനക്കിപ്പോ ആരൊക്കെയാണ് അണ്ണാന്ന് വിളിക്കാൻ തോന്നുന്നത്? വേറെ എല്ലാരെയും പേര് വിളിക്കാനാ? ജോക്കി അണ്ണനെ ജോക്കിന്ന് വിളിക്കും. ജോക്കിന്ന് വിളിക്കും. പരിചയപ്പെട്ടിട്ടില്ല. രായണ്ണനെ രായാന്ന് വിളിക്കും അല്ലേ? അല്ലേ? വിളിക്കാം, കുഴപ്പമൊന്നും നിനക്കറിയില്ലല്ലോ. തയ്യാറക്കി ഞാൻ. നീ വേറെ ആരൊക്കെ പേര് വിളിച്ചാല് എന്നെയും കണ്ണനെയും ബോബിനെ എന്ത് വിളിക്കണോ? അണ്ണെന്ന് പേര് വിളിച്ചില്ലെങ്കി ഇവിടെ കളി മാറും. അണ്ണ അണ്ണൻ ഇല്ല പറ്റൂല, ഒന്നും പറ്റൂലേ. വിളിച്ചിട്ട് നീ പോയാ മതി. ഗ്യാങ് ഹൗസിൽ കേറിയ നീ നിന്നെ അവിടെ ഇട്ട് വളയുവല്ലാടാ ഞാനും കണ്ണനൂടെ. വേറെ ചില പരിപാടികളുണ്ടാ ഗ്യാങ് ഹൗസിൽ, അതുകൊണ്ട് പറഞ്ഞാലങ്ങ് ചെയ്ത്. എന്ത് 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 വിളിക്കാൻ?
സ്നൈപ്പ് വരെ എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്. നിനക്കെന്താടാ കൊമ്പുണ്ടാടാ? ഇല്ല അണ്ണാന്ന് വിളിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പോയി. ബുദ്ധിമുട്ടുണ്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടെന്ന് പോയി. അഹങ്കാരാണല്ലോ ആശാനെ. അന്ന് കേറിയപ്പോ അങ്ങ് അഹങ്കാരം തലേ കയറി നിൽക്കുവാണല്ലോടാ. ചില പ്രത്യേക സാഹചര്യം സ്നൈപ്പും അന്താരം ഈ കൂട്ടത്തിലുള്ള എല്ലാരും ഞങ്ങൾ അണ്ണാന്നാ വിളിക്കുന്നത്. കണ്ടിട്ട് വല്ല പ്രായം ഇല്ലല്ലോ, പിന്നെ നമ്മൾ അണ്ണ വിളിക്കേണ്ട ആവശ്യം കാണാൻ തോന്നില്ല. നിന്നേക്കാ പ്രായം ഉണ്ടടാ. പക്ഷെ മീശയില്ലല്ലോ. അസൻസിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 20. എന്താണ് ഇപ്പം ക്യൂട്ട് എന്തെങ്കിലും വിളിക്കാൻ പേരുണ്ടോ? വിളിപ്പേരുണ്ടോ? അത് മതി, അത് മതി, അത് നല്ലേ. എനിക്കതാ ഇഷ്ടം. ഹസൻ അതിലൊരു ബാൻഡേഡാ ഒട്ടിച്ച് വെച്ചേക്കുന്ന എന്തുപറ്റി? അത് കൊതുകടിച്ച്. ഇത് കൊതു കളിച്ച പോലെ കടിച്ചതായിട്ട് തോന്നുന്നില്ലല്ലോ ആശാനെ. ഇല്ല നമുക്ക് പെണ്ണുങ്ങളായിട്ടല്ല, പെണ്ണുങ്ങളില്ല. എത്ര വയസ്സ്? എത്ര 20? വയസ്സ് 20. കൊച്ചു പയ്യനല്ലേ? അതേപോലെ പറഞ്ഞിട്ട് കയറിയവന്മാരാണ്. സാവിതൊക്കെ 2 പിറാറായി. കൊച്ചു പയ്യനല്ലേ ആശാനെ? കൊച്ചു പയ്യന് നമ്മൾ യങ്ങാണ്. യങ്ങാണ്. നീ അപ്പൊ അണ്ണാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോ ആര് സിറ്റി വന്നാലും നമ്മളിങ്ങനെ ചോദിക്കും, അപ്പൊ അണ്ണാന്ന് കൂട്ടത്തിൽ കൂട്ടും. വലിയ ജാടയും അഹങ്കാരമൊക്കെ വെച്ച് നിന്നെ പോലെ സംസാരിക്കുന്നവന്മാരെ പിന്നെ അവിടെ മൈൻഡൊന്നും ചെയ്യില്ല. അണ്ണന്നൊക്കെ വിളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? വേണോ? എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് എനിക്ക് കുറച്ച് അയറൊക്കെ ഉള്ളവര് മാത്രം വിളിച്ചാ പോരെ? എന്ത് ഹൈറാർക്കി? എനിക്കെന്താടാ ഹൈറാർക്കി ഇല്ലടാ. കണ്ടിട്ട് തോന്നില്ല, അതാണ് ചോദിച്ചത്. 5-6 വർഷം ആയടാ ടിവിയില്. കണ്ടിട്ട് തോന്നുന്നു. കണ്ണടിയില് വെച്ചിട്ട് എന്തായാലും ലുക്ക് പോലെ കുറച്ച് ലുക്കൊക്കെ മാറ്റി. 2018 എന്നെ പോലെ പൂക്കി കളിച്ച് കിടക്കാനല്ലേ ഞാൻ ഗ്യാങ്ങിൽ കയറി. ഞാൻ ഗ്യാങ്ങിന് വേണ്ടി ജീവിക്കുന്നവനാടാ. ഞാൻ കണ്ണടച്ച് കേക്കട്ടെ. അണ്ണ വിളിക്കും വച്ചൂലേ? നമ്മളെ അണ്ണാന്ന് കേട്ടോ. അഹങ്കാരി ആശാനെ, അഹങ്കാരി. ഇടുക്കിടുക്ക് അവനേട് ഇഞ്ഞവന് വേണ്ട. ഇത് അഹങ്കാരി. ഇങ്ങനെയുള്ള ഒരു അഹങ്കാരി ഇന്നേവരെ ടിവിയിൽ വന്നിട്ടില്ല. ചാച്ചാന്ന് വിളിക്കാണ്. അവിടെ കാര്യം അനക്കാതൊന്നും കഴിയൂല. ഞാൻ ഇൻട്രോട്ടാ, നിങ്ങൾ അത് പറഞ്ഞല്ലേ. ഞാൻ അനക്കായതൊന്നും പറഞ്ഞൊന്നും പറയാനൊന്നും കഴിയൂല. ചാച്ച ഇതൊക്കെ അതൊക്കെ പെയിനെ കൊണ്ടായിരുന്നു. പെയിൻ മറ്റേ തീർത്ത് കൊടുത്താൽ കട്ടിച്ചു വന്ന് അന്നെ കൊണ്ടത് കഴിയൂല. എനക്ക് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അതാക്കണം. കുറച്ച് സമയം എടുക്കുന്ന അതാക്കണം നിങ്ങൾ. കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നോക്കാത്തോണ്ടല്ലേ. അടിച്ചാലടാ നമുക്ക് താല്പര്യമില്ല. എല്ലാ പെണ്ണ് കിട്ടാത്തവരും പറയുന്ന കാര്യം തന്നെയാണ്. ബോബൊക്കെ എത്ര വട്ടം പറഞ്ഞു നമ്മൾ നോക്കിക്കാൻ കിട്ടില്ല. നമ്മളൊക്കെ ഗ്യാങ്ങിന് വേണ്ടി ജീവിച്ച് മരിക്കണം. നമുക്ക് പെണ്ണ് വേണ്ടാ. നിന്നെ പോലെ പൂക്കിയും കളിച്ച് മരിച്ചവരാണല്ലേ? മരിച്ചില്ല. അയ്യോ സൂറിയല്ലോ ചേട്ടൻ. ഞങ്ങള് ചത്തിട്ടില്ല. ഗെയിം ക്യാപ്ചർ ആക്കണോ വെച്ചിട്ട്? അവിടെ നീലുണ്ടോ? നീല ഗെയിം ക്യാപ്ചർ ആക്കുന്ന പറഞ്ഞ ഗെയിം ക്യാപ്ചർ എന്ന് പറഞ്ഞ സാധനം ആടിയേ പറഞ്ഞോട്ടാ സ്റ്റീവൻ, നിനക്കെല്ലാം അറിയാലോ. തെറ്റടി ഞാൻ കണ്ടിക്കില്ല. ഫസ്റ്റ് അത് ആ ഗെയിം ക്യാപ്ചർ ഡിസ്പ്ലേ ക്യാപ്ചർ ഓഫ് ആക്കി താഴത്തെ. അത് മാത്രമാണ് ആക്കാം. എന്നിട്ട് ഗെയിം കാര്യം അത് മാത്രം സെലക്ട് ചെയ്യടാ.
അടുത്ത റോ അതെ ക്ലിക്ക് ചെയ്ത് അവിടെ ഇതാ അത് മതി അത് മതി അത് മതി അത് മതി இப்போ ஆல் டாப் அமுக்கிட்டு பண்ணனா இப்போ கேம் கேப்சர் கொடுத்துட்டு வரும் വന്നോ എനിക്ക് വന്നല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ ഹലോ 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 അല്ലോ അല്ലോ ആ നമ്മളെ ചോദിച്ചായിരുന്നല്ലോ ഇത് എത്ര വർഷം ഉണ്ടാകും T47 T47 ഒരു 4 വർഷമായി 4 years ഹലോ ഹലോ നീന്താൻ പോവാണോ അവൻ നീന്താൻ പോവാണോ ബ്രോ തല തോ ഓക്കെ ഓക്കെ ബ്രോ അത് അങ്ങനെ കുറച്ച് ഞാൻ ഈ ഇത് ചാറ്റ് നോക്കാൻ ഇത് സാധനമുള്ളൂ മനസ്സിലായി ഫോണിൽ നോക്കാൻ എന്റെ മൈക്ക് പോകും അതുകൊണ്ടാ അതല്ല ചാറ്റ് വായിക്കാത്ത അതുകൊണ്ടാണേ അതൊന്നും വിചാരിക്കല്ലേ കേട്ടാ ഇപ്പൊ ഫാമിലി അല്ല പണ്ട് ഫാമിലി ആയിരുന്നോ അല്ല കുഴപ്പമില്ല ചാറ്റ് നോക്കണ്ട അല്ല നിങ്ങക്ക് പോസ്റ്റ് ആവൂല വെച്ചിട്ടാണ് മനസ്സിലായ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്ര ചാറ്റ് ഇട്ട പിന്നെ വായിക്കേ ഇരിക്കുമല്ലോ എന്ന് ചിന്തയില്ലേ അതുകൊണ്ടാ RP കളിക്കുമ്പോൾ ചാറ്റ് വായിക്കാറില്ല അങ്ങനെ സെറ്റാക്കാം ഒരു ഫസ്റ്റ് ലൈവ് അല്ലേ നിങ്ങൾ തൽക്കാലം ക്ഷമിക്കും ഞാൻ കുറച്ച് സെറ്റാക്കാം സമയം ഉണ്ടല്ലോ ഇവനല്ലേ എന്ന് നീലിന് അടിച്ചിട്ട സെയിം ഡ്രസ് നീലിന് അടിച്ചിട്ട് സെയിം ഡ്രസ്സാ ചാറ്റ് നോക്കണ്ട കണ്ടിന്യൂ RP